ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഉത്സവരാവ് അങ്ങനെ വന്നെത്തിയില്ലേ? ഉത്സവത്തിന് കൊടിയേറും പൂരവുമായി നമ്മളുടെ കാവടികൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഇന്ന് ഉത്സവമായിരുന്നു. അപ്പോൾ കാവടികൾ വളരെ മനോഹരമായി അവരുടെ സൗന്ദര്യം കാണികളെ കാട്ടുവാനായി വന്നിരിക്കുന്നു. ഉത്സവ തലേദിവസം എല്ലാവരും പേപ്പറുകൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എല്ലാവരും നമ്മളുടെ ഉത്സവത്തിന് കാവടികൾക്കിടയിൽ വാരി വിതറും. പേപ്പറുകളെല്ലാം വിതറുമ്പോൾ കാവടി അവരുടെ ശക്തി ഒന്നുകൂടി കൂട്ടി അവർ വളരെ മനോഹരമായി ആടും. വൈകുന്നേരം ആയപ്പോൾ ആനക്കൂട്ടങ്ങൾ വന്നങ്ങ് നിറഞ്ഞു നിന്നു. ആനച്ചേട്ടന്മാർ വളരെ മനോഹരമായി നെറ്റിപ്പട്ടവും എല്ലാം അണിഞ്ഞ് പല നിറത്തിലുള്ള കൊടകളും പിടിച്ചിട്ടായിരുന്നു വന്നത്. തൃശ്ശൂർ പൂരത്തിനേക്കാളും വലുതല്ലെങ്കിലും അത് വളരെ മനോഹരമായ കുടമാറ്റം തന്നെയായിരുന്നു. രാത്രി ഒരു 8 മണി ആയപ്പോഴേക്കും കാവടികൾ ഇങ്ങനെ വന്നെത്തി. രാവിലത്തെ കാവടി കണ്ടെങ്കിലും രാത്രിയത്തെ കടിയിലെ കാവടിയിലേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നീട് പുലിച്ചേട്ടൻ അങ്ങോട്ട് വന്നിറങ്ങി. അത് വളരെ മനോഹരമായി ബൾബുകൾ നിറച്ചായിരുന്നു വന്നത്. പിന്നെ ഒരുപാട് രൂപങ്ങൾ പൂങ്കാവടികളും ഇട്ട്, പൂങ്കാവടി മീൻസ് നമ്മളുടെ പൂ പോലെയുള്ള ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു അവർ വന്നിരുന്നത്. കാവടികൾ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഈ സെറ്റ് അത് ഞങ്ങളുടെ സെറ്റ്, ഞങ്ങൾക്കത് വളരെ മനോഹരമായി തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് തരം വലിയ രൂപങ്ങൾ വന്നിരിക്കുന്നു. സ്വാമിമാരുടെ ഒരുപാട് രൂപങ്ങൾ. കാണികൾ എല്ലാവരുടെയും കണ്ണുകൾ അവർക്ക് നേരെ തിരിഞ്ഞു. വളരെ മനോഹരമായിരുന്നു അവരെ കാണുവാൻ. രാത്രിയായാലും ജനത്തിരക്കിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. ജനസാഗരമായിരുന്നു അവിടെ.
വളരെ മനോഹരമായിരുന്ന പൂങ്കാവടികൾ വളരെ നന്നായി അവിടെ ആടിത്തിമിർക്കുകയായിരുന്നു. രാത്രി വളരെയധികം വൈകിയിരിക്കുന്നു. ഏകദേശം ഒരു 2-2:30 കാണും. ഞങ്ങളെല്ലാവരും അങ്ങനെ നടക്കുമ്പോഴാണ് ഒരുപാട് തരം രൂപങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. കാവടി സെറ്റുകൾ ഇവിടെ തീർന്നിട്ടില്ല. എന്നാലും നേരം വളരെ ഇരുട്ടിയിരിക്കുന്നു. വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾ അവിടേക്ക് യാത്രയാവുകയായിരുന്നു. ചെണ്ടവാദ്യങ്ങളും എല്ലാ മേളങ്ങളും കാവടികളും എല്ലാം വന്നെത്തിയിരിക്കുന്നു അമ്പലത്തിലേക്ക്. എന്നാൽ നേരം ഇരുട്ടിയതിനാൽ ഒരുപാട് പേർ തിരിച്ചു പോവുകയും ഒരുപാട് പേർ വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് മനോഹരമായിരുന്ന ഈ ഉത്സവം അങ്ങനെ തീരുകയാണല്ലോ എന്നുള്ള വിഷമത്തോടെ ഞാൻ പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്.